Hi all, welcome to Dakshina Learnings. Dakshina Learningsന്റെ പ്രിലിംസ് ഹാക്കർ ക്യാപ്സൂൾ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് UPSC പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് ഈ ഒരു തീമിൽ നിന്ന് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു തീം ഇത്രത്തോളം റെലവെന്റ് ആവുന്നത് നമുക്കിത് നോക്കാം. ഈ ഒരു ഹെഡ്ലൈൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഒരു തീമിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഇന്ത്യ നീഡ്സ് ഫിസ്ക്കൽ പോളിസി ചേഞ്ചസ് ഫോർ 6.4% GDP growth rate in 2025 Moody's and India's fiscal and monetary policy shift towards supporting economic growth. ഈ ഹെഡ്ലൈൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളമാണ് ഈ ഒരു തീമിനുള്ള UPSC പെർസ്പെക്റ്റീവിലുള്ള ഇമ്പോർട്ടൻസ്. സോ ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ തീം എന്ന് പറയുന്നത് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി എന്നതാണ്. UPSC പെർസ്പെക്റ്റീവിലെ ഈ ഒരു തീം എത്രത്തോളം റെലവെന്റ് ആണെന്നുള്ളത് ഈ ഒരു PYQസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. 2020 ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2021 ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോൺസ്, അതെനിക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് 2022 ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോൺസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. 2023 സ്റ്റെറിലൈസേഷനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു തീം എത്രത്തോളമാണ് ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന്. സോ UPSC എല്ലാ വർഷവും തുടർച്ചയായിട്ട് ഈ ഒരു തീമിൽ നിന്ന് മാത്രമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ എടുക്കുന്നത് മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസിയാണ്. അതിൽ തന്നെ എന്താണ് മോണിറ്ററി പോളിസി, അതിന്റെ ഗോൾസ് എന്തൊക്കെയാണ്, ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പ്രിലിംസിനെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് മോണിറ്ററി പോളിസി? ഇൻഫ്ലേഷനും ഗ്രോത്തും കൺട്രോൾ ചെയ്യാനായിട്ട് സെൻട്രൽ ബാങ്ക്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോളിസിയാണ് ഈ പറയുന്ന മോണിറ്ററി പോളിസി. സോ ഇതുവഴി നമുക്ക് നമ്മുടെ മാക്രോ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാനും സാധിക്കും. എന്തൊക്കെയാണ് മോണിറ്ററി പോളിസിയുടെ ഗോൾസ് എന്ന് പറയുന്നത്? പ്രൈസ് സ്റ്റെബിലിറ്റി, എക്കോണമിക് ഗ്രോത്ത്, ഫുൾ എംപ്ലോയ്മെന്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് സ്റ്റെബിലിറ്റി തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. സോ ഏതൊക്കെയാണ് മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ. എന്താണ് ഈ പറയുന്ന ക്യാഷ് റിസർവ് റേഷ്യോ? അതായത് RBIയിൽ നമ്മുടെ ഡെപ്പോസിറ്റിന്റെ ഒരു പെർസെന്റേജ് ക്യാഷ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. അങ്ങനെ നമുക്ക് ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിലവിലെ റേറ്റ് എന്ന് പറയുന്നത് 4% ആണ്. ദെൻ SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതായത് ലിക്വിഡ് അസറ്റിന്റെ ഒരു പെർസെന്റേജ് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അതായത് ആ ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. സോ അതിന്റെ കറന്റ് റേറ്റ് എന്ന് പറയുന്നത് 18% ആണ്. ദെൻ റിപ്പോ റേറ്റ്. എന്താണ് റിപ്പോ റേറ്റ്? അതായത് ബാങ്ക്സിന് RBI ലെൻഡ് ചെയ്യുന്നു, അതായത് ഷോർട്ട് ടേം ആയിട്ട് ബാങ്ക്സിന് RBI ലെൻഡ് ചെയ്യുന്ന ആ റേറ്റിനാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയുക. അത് 6.25% ആണ് നിലവിലുള്ളത്. ദെൻ റിവേഴ്സ് റിപ്പോ. റിവേഴ്സ് റിപ്പോ എന്ന് പറയുമ്പോൾ നേരെ റിപ്പോയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ബാങ്ക്സിൽ നിന്ന് RBI ബോറോ ചെയ്യുന്നു. സോ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 3.35% ആണ്. ദെൻ ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓഫ് കോഴ്സ് അറിയായിരിക്കും, ബാങ്ക്സിന് ലോങ് ടേം ആയിട്ട് ലെൻഡ് ചെയ്യുന്ന ആ ഒരു റേറ്റ് ആണ് ബാങ്ക് റേറ്റ്. അതിന്റെ നിലവിലത്തെ റേറ്റ് എന്ന് പറയുന്നത് 6.5% ആണ്. ദെൻ MSF റേറ്റ്. MSF റേറ്റ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഓവർനൈറ്റ് ആയിട്ട് എമർജൻസി സിറ്റുവേഷനിൽ ബോറോ ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന MSF റേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് റിപ്പോനെക്കാട്ടിയും കുറച്ചും കൂടെ സ്ലൈറ്റ്ലി എബോ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും MSFന് വരിക. ദെൻ SDF റേറ്റ്, അതായത് ബാങ്ക്സിന്റെ അൺകൊളാറ്ററൈസ്ഡ് ഡെപ്പോസിറ്റ് ബൈ ബാങ്ക്സ് ആണ് SDF റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലായ്പ്പോഴും റിവേഴ്സ് റിപ്പോനെക്കാട്ടി താഴെ ആയിരിക്കും അതിന്റെ റേറ്റ് ആയിട്ട് വരിക. ദെൻ ലാഫ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി. റിപ്പോയും റിവേഴ്സ് റിപ്പോയുടെയും വിൻഡോസിനെയാണ് നമ്മൾ ലാഫ് എന്ന് പറയുന്നത്. ദെൻ OMO ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, അതായത് RBI മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റീസ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. സോ അതുവഴി നമുക്ക് ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ദെൻ MSS ഓർ സ്റ്റെറിലൈസേഷൻ, അതായത് ഫോറെക്സ് ഇൻഫ്ലോസ് വഴി RBI എക്സസ് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യും. അതിനെയാണ് നമ്മുടെ MSS അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ് എന്ന് പറയുക. സോ വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഈ റേറ്റുകളെല്ലാം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ റിപ്പോ ആയാലും ക്യാഷ് റിസർവ് റേഷ്യോ ആയാലും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയാലും ഒക്കെ ഇൻക്രീസ് ആവുന്ന ഒരു അവസ്ഥയിൽ എന്തായിരിക്കും എക്കോണമിയിൽ സംഭവിക്കുക? അങ്ങനെ ആവുന്ന കേസുകൾ ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറയും.
കാരണം അവർക്ക് മുന്നേ കൊടുക്കുന്ന അത്രയും എമൗണ്ട് ഈ ഒരു റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയങ്ങളിൽ കൊടുക്കാൻ സാധിക്കത്തില്ല. ആ ഒരു ടൈമിൽ എക്കോണമി എന്ന് പറയുന്ന ഒരു കോൺട്രാക്ഷണറി പോളിസിയിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലേഷന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഡിക്രീസിങ് റേറ്റ് ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് ഈ പറയുന്ന CRR ആയാലും SLR ആയാലും റിപ്പോയൊക്കെ കുറഞ്ഞ സ്റ്റേറ്റിലാണെങ്കിൽ എന്തായിരിക്കും എക്കോണമിയിൽ സംഭവിക്കുക? അങ്ങനെയാകുമ്പോൾ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ലെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ കൂടുതലായിരിക്കും. സോ അറ്റ് ദാറ്റ് ടൈം ഒരുപാട് ക്രെഡിറ്റ് എവിടേക്ക് ഇറങ്ങും? എക്കോണമിയിലേക്ക് ഇറങ്ങും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ലിക്വിഡിറ്റി ഇൻജെക്ട് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ എക്കോണമിക് ഗ്രോത്തിനെ എന്ത് ചെയ്യും? ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് എക്സ്പെക്ട് ചെയ്യാൻ നോക്കാം. മോണിറ്ററി പോളിസിയും ഇൻഫ്ലേഷൻ കൺട്രോളും റിലേറ്റ് ചെയ്ത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധിക്കും. സോ ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണ്? നമ്മൾ കൂടുതലും റിപ്പോ റേറ്റിനെ കുറിച്ച് പഠിക്കുക, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ ടാർഗറ്റിനെ കുറിച്ച് പഠിക്കുക, കോർ അല്ലെങ്കിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനെ കുറിച്ച് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പ്രസ് റിലീസുകൾ നമ്മൾ കോൺസ്റ്റന്റ്ലി ഫോളോ ചെയ്ത് പോവുക. ദെൻ മോണിറ്ററി പോളിസി ഫിസ്ക്കൽ പോളിസി ഇന്റർപ്ലേ രണ്ടും കൂടി റിലേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അങ്ങനെയാകുമ്പോൾ മോണിറ്ററി അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസിയുടെ ടൂൾസുകൾ എന്തൊക്കെയാണ്? FRBM ആക്ട് റിവൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. ദെൻ മോണിറ്ററി പോളിസി ആൻഡ് ബാങ്കിങ് സെക്ടർ സ്റ്റെബിലിറ്റി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ആ ഒരു സമയത്ത് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ലാഫ്, MSF, SDF, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഇതിനൊക്കെ എങ്ങനെയാണ് RBI റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനൊക്കെ തന്നെ നോൺ പെർഫോമിംഗ് അസറ്റുകൾ അതിന്റെയൊക്കെ RBIയുടെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ നമ്മൾ നോക്കി പോകേണ്ടത്. ലിക്വിഡിറ്റി ക്രഞ്ച്, മോണിറ്ററി ഈസിങ് തുടങ്ങിയ ടേംസ് ഒക്കെ നിങ്ങൾ പലപ്പോഴും ഹെഡ്ലൈൻസ് ആയിട്ട് കാണാറുണ്ട്. ആ ഒരു മേഖലകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കി പോവുക. ദെൻ മോണിറ്ററി പോളിസി ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ വരുമ്പോൾ അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ കൂടുതലും ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസുമായിട്ട് കണക്ട് ചെയ്യുക. അതിനൊക്കെ RBIയുടെ ഡോളർ ബൈയിങ്, സെല്ലിങ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക. MSS കൺട്രോൾസ്, റുപ്പിയുടെ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. ദെൻ മോണിറ്ററി പോളിസി പ്രിലിം സ്റ്റാറ്റിക് പ്ലസ് ഡൈനാമിക് ലിങ്ക് അതായത് നമ്മൾ എലിമിനേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് കണ്ടെത്താൻ സാധിക്കും. കാരണം നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് വെച്ച് തന്നെ റിപ്പോയും റിവേഴ്സ് റിപ്പോയും ഒക്കെ അറിഞ്ഞ ആ ഒരു ബേസിക് നോളജ് വെച്ച് തന്നെ പലപ്പോഴും നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. സോ നെക്സ്റ്റ് എന്നുള്ളതാണ് ഫിസ്ക്കൽ പോളിസി. മോണിറ്ററി പോളിസി നമ്മൾ നോക്കി. ഇനി ഫിസ്ക്കൽ പോളിസി. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് കൂടുതലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഫിസ്ക്കൽ പോളിസി നമ്മൾ കൂടുതലും പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിലായിരിക്കും. സോ ഫിസ്ക്കൽ പോളിസി refers to the government use of taxation and public spending to influence the economy. ഗവൺമെന്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് ടാക്സേഷൻ വഴിയായാലും പബ്ലിക് സ്പെൻഡിങ് വഴിയായാലും എങ്ങനെ എക്കോണമീനെ അഫക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ എക്കോണമീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസിയിൽ നോക്കുന്നത്. സോ എന്തൊക്കെയാണ് ഈ ഫിസ്ക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്? മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, അതിനൊക്കെ എക്കണോമിക് ഗ്രോത്തും എംപ്ലോയ്മെന്റും പ്രൊവൈഡ് ചെയ്യുക, സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ബൂസ്റ്റ് ചെയ്യുക, അതിനൊക്കെ പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫിസ്ക്കൽ പോളിസിയുടെ ഗവൺമെന്റിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി നമ്മൾ മോണിറ്ററി പോളിസിയുടെ കേസിൽ CRR, SLR അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ ഫിസ്ക്കൽ പോളിസിയുടെ കേസിൽ വരുന്ന മേജർ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഡെഫിസിറ്റ് ഫിനാൻസിങ്. എന്താണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്? അതായത് ഗവൺമെന്റ് റവന്യൂവിനേക്കാൾ കൂടുതൽ ഗവൺമെന്റ് എന്ത് വരുന്നു? എക്സ്പെൻഡിച്ചർ വരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഗവൺമെന്റ് എങ്ങനെ ഫേസ് ചെയ്യും? അപ്പോൾ ഗവൺമെന്റ് കൂടുതലും RBIനെ ബോറോയിങ്സിന് വേണ്ടിയിട്ട് ആശ്രയിക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട്. ഇത് പലപ്പോഴും ഇൻഫ്ലേഷൻ എന്ന സ്റ്റേറ്റിലേക്ക് എത്തുമെങ്കിൽ പോലും അത് കറക്റ്റ് വൈസ്ലി മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു എക്കണോമിക് ഗ്രോത്തിനുള്ള പോയിന്റും ഈ പറയുന്ന ഡെഫിസിറ്റ് ഫിനാൻസിംഗിലും ഉണ്ട്. ദെൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ അതായത് ഗവൺമെന്റ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ഗവൺമെന്റ് ഒരുപാട് പബ്ലിക് സ്പെൻഡിങ് നടത്താറുണ്ട്. ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിലായാലും വെൽഫെയറിന്റെ ടേംസിലായാലും ഒക്കെ ഒരുപാട് സ്കീംസ് പബ്ലിക് സ്പെൻഡിങ്ങിന്റെ പെർസ്പെക്റ്റീവിൽ പറയാറുണ്ട്. സോ ഈ ഒരു പബ്ലിക് സ്പെൻഡിങ് തന്നെ രണ്ട് ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്ന് ഡെവലപ്മെന്റലും, രണ്ട് നോൺ ഡെവലപ്മെന്റലും. എന്താണ് ഈ പറഞ്ഞ ഡെവലപ്മെന്റൽ പെർസ്പെക്റ്റീവ്? അതായത് ലോങ് ടേം ആയിട്ടുള്ള ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ സെക്ടറിലായാലും ഹെൽത്തിലായാലും റോഡുകളിലായാലും നാഷണൽ ഹൈവേയുടെ ഒക്കെ കൺസ്ട്രക്ഷൻ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. സോ അതൊക്കെ എന്താണ്? അതൊക്കെ ഡെവലപ്മെന്റൽ പെർസ്പെക്റ്റീവിലുള്ള പബ്ലിക് സ്പെൻഡിങ് ആണ്. പക്ഷെ അതേസമയം തന്നെ നോൺ ഡെവലപ്മെന്റൽ സ്പെൻഡിങ് ഗവൺമെന്റ് ഉണ്ടാവാറുണ്ട്. അതായത് അഡ്മിനിസ്ട്രേഷനിലായാലും ഡിഫൻസിലായാലും ഒക്കെ നോൺ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള സ്പെൻഡിങ് ആയിരിക്കും അവിടെ നടക്കുക. എന്തുകൊണ്ടാണ് ഡിഫൻസ് നോൺ ഡെവലപ്മെന്റൽ എന്ന് നമ്മൾ പറയുന്നത്?
ഡിഫൻസിന് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഈ പറയുന്ന രീതിയിൽ എംപ്ലോയ്മെന്റ് ജനറേഷനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൊഡക്ഷനെ കുറിച്ചോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ ഡിഫൻസ് എന്ന് പറയുന്നത് നോൺ ഡെവലപ്മെന്റൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുന്നത്. ദെൻ ടാക്സേഷൻ പോളിസി, ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന ടാക്സ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഈ ഡയറക്ട് ടാക്സുകളായാലും ഇൻഡയറക്ട് ടാക്സുകളായാലും ഒക്കെയുള്ള ഗവൺമെന്റ് റവന്യൂ ജനറേഷൻ അതും ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. സോ ഏതൊക്കെയാണ് ഡയറക്ട് ടാക്സുകൾ? ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, അങ്ങനെ പല ടൈപ്പ് പ്രോഗ്രസീവ് ടാക്സുകൾ നമുക്കുണ്ട്. അതിനൊക്കെ ഇൻഡയറക്ട് ടാക്സ്, GST ഉണ്ട്, എക്സൈസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് റിഗ്രസീവ് ടാക്സും നമുക്കുണ്ട്. സോ ഈ ഒരു ടാക്സ് വെച്ച് ഗവൺമെന്റ് എങ്ങനെയായിരിക്കാം അവരുടെ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് വൺ, റിസോഴ്സ് മൊബിലൈസേഷൻ. എത്രത്തോളം റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എക്കോണമിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എക്കോണമിയിൽ നമുക്ക് ഓരോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് എത്രത്തോളം റിസോഴ്സ് അവൈലബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ടാക്സിലൂടെയാണ്. അതേണക്ക് തന്നെ സേവിങ്സിനെ എൻകറേജ് ചെയ്യാൻ ഈ ഒരു ടാക്സ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതേണക്ക് തന്നെ ഇൻകം ഇനീക്വാളിറ്റി, റിച്ച് ആൻഡ് പുവർ എന്നുള്ള ഒരു ഗ്യാപ്പ് കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന ടാക്സ് പോളിസികൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ പബ്ലിക് ഡെപ്റ്റ്. പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ ഡെഫിസിറ്റുകൾ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ഡെഫിസിറ്റുകൾ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും? ബോറോ ചെയ്യും. അതിനെയാണ് ഈ പറയുന്ന പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത്. സോ രണ്ട് ടൈപ്പ് ഡെറ്റുകളുണ്ട്, ഇന്റേണൽ ഡെറ്റും ഉണ്ട്, എക്സ്റ്റേണൽ ഡെറ്റും ഉണ്ട്. എന്താ ഇന്റേണൽ ഡെറ്റ് എന്ന് പറയുന്നത്? ഡൊമസ്റ്റിക് സോഴ്സിൽ നിന്ന് നമ്മൾ കടമെടുക്കുന്നതിനെയാണ് ഇന്റേണൽ ഡെറ്റ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഡെറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് IMF, വേൾഡ് ബാങ്ക് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പബ്ലിക് സ്പെൻഡിങ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഡെറ്റ് എടുക്കാറുണ്ട്. സോ അങ്ങനെ രണ്ട് ടൈപ്പ് ഡെറ്റുകളാണ് നമുക്കുള്ളത്. സോ ഇതൊക്കെയാണ് ഫിസിക്കൽ പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഡെഫിസിറ്റ് ഫൈനാൻസിങ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ടാക്സേഷൻ പോളിസി ആൻഡ് പബ്ലിക് ഡെറ്റ്. ഇനി ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രിലിംസിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാന്നുള്ളത് നോക്കാം. ഈ ഫിസിക്കൽ പോളിസിയും ബഡ്ജറ്റും ആയിട്ട് എല്ലായ്പ്പോഴും എല്ലാ പ്രിലിംസിനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അറ്റ് ദ ടൈം നമ്മൾ എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? യൂണിയൻ ബഡ്ജറ്റിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതായത് പല സ്കീംസുകൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ബഡ്ജറ്ററി അനൗൺസ്മെന്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് എസ്റ്റിമേറ്റുകൾ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രയോറിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ വളരെയധികം നോക്കിപ്പോവേണ്ട കാര്യങ്ങളാണ്. സോ സ്കീമുകൾ, പോളിസികൾ, ഫിസിക്കൽ എക്സ്പാൻഷനെ കുറിച്ചും കൺസോൾട്ടേഷനെ കുറിച്ചും ഒക്കെ പറയുന്ന സ്കീമുകളൊക്കെ നമ്മൾ നോക്കി പോകണം. ദെൻ ഫിസിക്കൽ പോളിസി ആൻഡ് FRBM ആക്ട്, അത് റിലേറ്റ് ചെയ്തും പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ഡെഫിസിറ്റ് ടാർഗറ്റുകൾ, എസ്കേപ്പ് ക്ലോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹെഡ്ലൈൻസ് വരുമ്പോൾ നിങ്ങൾ നോക്കിപ്പോവേണ്ടതാണ്. ഫിസിക്കൽ വേഴ്സസ് മോണിറ്ററി പോളിസി, അതായത് പോളിസി കോർഡിനേഷൻ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട്. സോ ഈ രണ്ടെണ്ണത്തിന്റെയും ഒബ്ജക്റ്റീവ്സ് ആയാലും ഗോൾസുകളായാലും ഇൻസ്ട്രുമെന്റ്സ് ആയാലും കറക്റ്റ് ആയിട്ട് നോക്കി പോവുക. ഫിസിക്കൽ പോളിസി ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഇത് തമ്മിലും കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഗവൺമെന്റ് വളരെയധികം പൈസ ചെലവാക്കുന്ന സെക്ടേഴ്സ് ആണ് ഈ പറയുന്ന ഹെൽത്ത്, എഡ്യൂക്കേഷൻ, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഒരു മേഖലയ്ക്ക് മാത്രം ഇത്രത്തോളം പൈസ ചെലവാക്കുന്നത്? അതൊരു ഹോട്ട് ടോപ്പിക്കുകളായിട്ട് വരാറുണ്ട്. സോ ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ വെൽഫെയർ സ്കീംസിനെ വെച്ചിട്ടാണ്. അതായത് PM ആവാസ് യോജന, അതിനകത്ത് കൊടുക്കുന്ന ഫിസിക്കൽ സ്റ്റിമുലസ്, അങ്ങനെയുള്ള പല പല സ്കീമുകളുണ്ട്. സോ അതിന്റെയൊക്കെ ഒരു ബഡ്ജറ്ററി പ്രയോറിറ്റീസും ഫിസിക്കൽ സ്റ്റിമുലസും ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും ഒക്കെ നോക്കുക. ദെൻ ഫിസിക്കൽ പോളിസി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഗ്രീൻ ബഡ്ജറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്ലൈമറ്റ് ഫൈനാൻസ്, അതേണക്ക് തന്നെ ഗ്രീൻ ബോൺസ്, എക്കോണമി ഫ്രണ്ട്ലി ബഡ്ജറ്റിംഗ്, ഇതൊക്കെ എല്ലായ്പ്പോഴും യൂറോപ്യൻ യൂണിയന്റെ കേസിലായാലും ഇന്ത്യയുടെ കേസിലായാലും ഒക്കെ ഒരുപാട് ആർട്ടിക്കിൾസ് വന്ന് കണ്ടിട്ടുള്ളതാണ്. സോ ആ ഒരു ഫിസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചും അതെങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും ആയിട്ട് ലിങ്ക് ചെയ്തേക്കുന്നതെന്നുള്ളത് നോക്കുക. സോ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഈ മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാം. സോ ഫിസിക്കൽ പോളിസി കൺട്രോൾ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്. അതേസമയം മോണിറ്ററി പോളിസി കൺട്രോൾ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി ഏതൊക്കെ ടൂൾസ് ആണ് ഈ പറഞ്ഞ ഫിസിക്കൽ പോളിസിയിൽ യൂസ് ചെയ്യുക? ടാക്സ് ഉണ്ട്, സ്പെൻഡിങ് ഉണ്ട്, അതേണക്ക് തന്നെ ബോറോയിങ് ഉണ്ട്. മോണിറ്ററി പോളിസിയിലാകുമ്പോൾ റിപ്പോ, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ലാഫ് തുടങ്ങിയ ഇൻസ്ട്രുമെന്റ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ഫിസിക്കൽ പോളിസിയുടെ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ കൂടുതലും ഇൻകം ഡിസ്ട്രിബ്യൂഷനും ഗ്രോത്തും ഒക്കെയാണ് ഗവൺമെന്റ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം മോണിറ്ററി പോളിസിയുടെ കേസിൽ RBI കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പ്രൈസ് സ്റ്റെബിലിറ്റിയും ക്രെഡിറ്റ് ഫ്ലോ ഒക്കെ ആയിരിക്കും. ഇനി ലാഗ് എഫക്ട്, ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ലോങ് ടേം എഫക്റ്റ് ആണ് എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യുക. അതേസമയം മോണിറ്ററി പോളിസിയാണ് ഷോർട്ട് ടു മീഡിയം ടേം ആയിരിക്കും എല്ലായ്പ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ബഡ്ജറ്റ് ലിങ്ക്
ഫിസിക്കൽ പോളിസിയാണ് ഡയറക്ട്ലി ആനുവൽ ബഡ്ജറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയാ. പക്ഷെ മോണിറ്ററി പോളിസി യൂണിയൻ ബഡ്ജറ്റുമായിട്ട് യാതൊരു തരത്തിലുള്ള ലിങ്കേജും പുലർത്തുന്നില്ല. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് മോണിറ്ററി പോളിസി ആൻഡ് ഫിസിക്കൽ പോളിസിയാണ്. അതിന്റെ ഡെഫിനിഷൻ നോക്കി, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെയാണ്, വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാണ്, എങ്ങനെ ഈ രണ്ട് ടോപ്പിക്കും ലിങ്ക് ചെയ്ത് പ്രിലിംസിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കി. ഈ ഒരു തീം കൂടുതൽ അറിയാനായിട്ട് ദക്ഷിണ ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. അത് തീം നമ്പർ 15 ഈ ഒരു തീമിനെ കുറിച്ച് വളരെയധികം ഡെപ്തിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് പോയി കാണുക. ഇതോടുകൂടി നമ്മുടെ ഈ പ്രിലിംസ് ഹാക്കർ ക്യാപ്സൂൾ സെഷൻ അവസാനിക്കുകയാണ്. മറ്റൊരു തീമുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം.